നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലായിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെയും ജോസ് കെ മാണിയുടെയും അടിവേരർക്കപ്പെട്ടോ എന്നാണ് ഇന്നത്തെ എന്റെ ചോദ്യം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയതോടെ ഇടതുമുന്നണിയിൽ കേക്കോമായുടെ പ്രസക്തി തന്നെ നഷ്ടമായിരിക്കുകയാണ്. മാണിക്കരയുടെ വത്തിക്കാനായ പാലായിൽ ഉണ്ടായ ഈ അപ്രതീക്ഷിത തിരിച്ചടി മാണി ക്യാമ്പിനെ ആകെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരിക്കൽ പോലും കൈവിട്ടിട്ടില്ലാത്ത പാലാ നഗരസഭയും ഇത്തവണ മാണിക്കരെ കൈവിട്ടു. നഗരസഭ രൂപം കൊണ്ട നാൾ മുതൽ ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന മാണി വിഭാഗത്തിന് കേവലം 10 കൗൺസിലർമാരെ മാത്രമാണ് ഇത്തവണ വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്നും കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 10 സീറ്റ് നിലനിർത്തിയെന്നുമാണ് ജോസ് കെ മാണിയുടെ അവകാശവാദം. 25 സീറ്റ് ഉണ്ടായിരുന്നപ്പോൾ 10ഉം നഗരസഭയിലെ 25 എന്നുള്ളത് 26 സീറ്റായി വർദ്ധിച്ചിട്ടും 10ൽ തന്നെ തുടരുന്നത് വളർച്ചയല്ല തളർച്ചയാണെന്ന് ആരെങ്കിലും ജോസിന് പറഞ്ഞു കൊടുക്കണം. ഇനി ജയിച്ച 10 സീറ്റുകളുടെ കഥ പറയാം. മുൻ ചെയർമാൻ ഷാജു തുരുത്തൻ, ഭാര്യ ബെറ്റി ഷാജു, മറ്റൊരു മുൻ ചെയർമാനായ ആന്റോ പടിഞ്ഞാറക്കരയുടെ ഭാര്യ റൂബി ആന്റോ തുടങ്ങിയ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് കൊള്ളാവുന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 4 കൗൺസിലർമാർ കേവലം 50 വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. മണ്ഡലം പ്രസിഡന്റായ ബിജു പാലുപ്പടവൻ ഉൾപ്പെടെയുള്ള 3 പേർ കേവലം 20 വോട്ടിൽ താഴെയാണ് വിജയിച്ചത്. കൂടാതെ ജോസ് കെ മാണിയുടെ വീടിരിക്കുന്ന സ്വന്തം വാർഡിൽ പോലും സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അനുഭവമൊന്നുമല്ല. പണ്ട് 2004 ജോസ് കെ മാണി ആദ്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ മൂവാറ്റുപുഴ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന വാർഡിലും സ്വന്തം തറവാടിരിക്കുന്ന വാർഡിലും, അതായത് മരങ്ങാട്ടുപള്ളിയിലുള്ള തറവാടുള്ള വാർഡിലും അദ്ദേഹം 3ാം സ്ഥാനത്തായിരുന്നു. കൂടാതെ കോൺഗ്രസ് വിമതയായ മായ രാഹുൽ മത്സരിച്ച വാർഡിൽ ജോസിന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് കേവലം 19 വോട്ടാണ്. പാലാ പോലെയുള്ള കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലമായ ഒരു സ്ഥലത്ത് ഒരു പാർട്ടിയുടെ ഒരു നഗരസഭാ കൗൺസിലർ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടാണ് 19 വോട്ട്. പാലായിലെ 12 പഞ്ചായത്തുകളിലെ കഥ പറഞ്ഞാല് വെറും 2 പഞ്ചായത്തുകളിൽ മാത്രമാണ് LDFന് ഭരണം പിടിക്കാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള 10 പഞ്ചായത്തുകളിൽ 8 എണ്ണത്തിലും UDF വിജയം നേടി. പാലാ നഗരസഭയുൾപ്പെടെ 3 സ്ഥലത്ത് ആർക്കും ഭൂരിപക്ഷം ലഭിച്ചില്ല. അതില് ഭരണങ്ങാനത്തും 3 നിലവിലും UDFനാണ് സീറ്റുകൾ കൂടുതൽ കിട്ടിയത്. നേട്ടമുണ്ടായെന്ന് ജോസ് അവകാശപ്പെടുന്ന മുത്തോലിയും തലനാടും മാത്രമാണ് LDFന് കിട്ടിയത്. കൂടാതെ പാലായിൽ പാർട്ടി നേതാക്കൾ തമ്മിൽ നടത്തുന്ന തൊഴുത്തിൽ കുത്തും ജോസിന്റെ പരാജയത്തിന്റെ പ്രധാന കാരണമാണ്. ഒരു പ്രധാന സംഗതി എന്തെന്ന് ചോദിച്ചാല് പാർട്ടി അവിശ്വാസത്തിലൂടെ പുറത്താക്കിയ മുൻ ചെയർമാൻ ഷാജു തുരുത്തിനും ഭാര്യയ്ക്കും വീണ്ടും സീറ്റ് കൊടുക്കേണ്ടി വന്നു എന്ന ഗതികേടും ജോസിന്റെ പാർട്ടിക്കുണ്ടായി. ഛർദ്ദിച്ചത് വാരി തിന്നുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അത് പ്രാവർത്തികമാക്കിയത് പാലായിൽ കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയുമാണ്. തുരുത്തിന്റെ മകൻ വിദേശത്തുള്ള റിച്ചാർഡ് തുരുത്തൻ തെരഞ്ഞെടുപ്പിന് ശേഷം ജോസിനെയും പാർട്ടിയെയും അതിന്റെ ലോക്കൽ നേതാക്കളെയും അധിക്ഷേപിച്ച് പുറത്തിറക്കിയ വീഡിയോയും പാർട്ടിക്കും ജോസിനും വൻ നാണക്കേടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കേഡർ പാർട്ടി സംവിധാനത്തിലേക്ക് മാറി എന്നൊക്കെ അവകാശപ്പെടുന്ന മാണി പാർട്ടി ഇതിനെതിരെ ഒരക്ഷരം പോലും ഇതുവരെ ഉരിയാടിയിട്ടില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് ചില കുടുംബ ബിസിനസ്സുകൾ കാരണവന്മാരുടെ കാലം കഴിയുമ്പോൾ മക്കൾ ഏറ്റെടുക്കും. മക്കൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്കും
അത് തകർന്ന് തരിപ്പണമാകും. ഇവിടെയും ഈ ഒരു അവസ്ഥ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. കെ എം മാണി ഒന്നാം ഭാര്യ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നടന്ന പാലാ മണ്ഡലമാണ് മകൻ ജോസ് കെ മാണി കേവലം നിസ്സാര വർഷങ്ങൾ കൊണ്ട് നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ചത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, പാലായിൽ കേക്കോമായുടെ അടിവേരറുത്തോ? അറുത്തെന്ന് മാത്രമല്ല, അതിന്റെ പ്രധാന കാർമ്മികത്വം വഹിച്ചത് ജോസ് കെ മാണിയുടെ കയ്യിലിരിപ്പും അഹങ്കാരവും ധിക്കാരവും തന്നെയാണ് എന്നാണ് അതിന്റെ ഉത്തരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും, അതായത് കേക്കോമായും ജോസ് കെ മാണിയും ബാക്കിയുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.